ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ചൈതന്യ ചരിതാമൃതം ചർച്ച ചെയ്യാം. ചൈതന്യ ചരിതാമൃതത്തിൽ നമ്മൾ ആദ്യത്തെ അധ്യായം കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ അധ്യായം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ അധ്യായത്തിൽ ഗുരു പരമ്പരയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നതിനനുസരിച്ച് ഗുരു പരമ്പര അനുസരിച്ച് എങ്ങനെയാണ് ഈ മഹത്തായിട്ടുള്ള ജ്ഞാനം ലഭിക്കുന്നത്, അതിന് ആ ഗുരു പരമ്പരയിലുള്ള ഓരോ മഹത് വ്യക്തികളും, ഭഗവാൻ സ്വയം ആ ഗുരു പരമ്പരയിൽ വരുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദവും അദ്വൈതാചാര്യൻ, ഇത് സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. എന്നാൽ ആ മഹത്തായിട്ടുള്ള ആ പരമ്പരയ്ക്ക് നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ചൈതന്യ ചരിതാമൃതം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണോ പൊതുവെ ഒരു സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് കഥാപാത്രത്തെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അതേപോലെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതിനു മുമ്പായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പരമോന്നത സാക്ഷാത്കാരമാണ്. പരമോന്നതനായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ രൂപമാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളൊരു തത്വമാണ് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്നേരം ഇന്നലെയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാനെ നമ്മൾ ബ്രഹ്മമായിട്ട് അറിയുന്നു. അത് തുടക്കത്തിലുള്ള സാക്ഷാത്കാരമാണ്. രണ്ടാമത് ഭഗവാനെ പരമാത്മാവായിട്ട് ദർശിക്കുന്ന യോഗികൾ. പക്ഷെ ഒരു ഭക്തൻ എങ്ങനെയാണോ ഭഗവാനെ കാണുന്നത്, അതാണ് യഥാർത്ഥ സാക്ഷാത്കാരം എന്ന് നമ്മൾ പഠിക്കുകയാണ്, അല്ലേ? ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഇതിന് നമ്മളൊരു ഉദാഹരണം പഠിച്ചിരുന്നു, പല പ്രാവശ്യം സത്സംഗത്തിൽ ചർച്ച ചെയ്തു. സൂര്യൻ, സൂര്യഗോളം, സൂര്യരശ്മി. അതുകൂടാതെ വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ പ്രകാശം, അല്ലെ? ട്രെയിനിൽ നിന്ന് വരുന്ന ഫ്രണ്ടിൽ വരുന്ന ലൈറ്റ്, ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർ. ഈ രണ്ട് ഉദാഹരണത്തിലൂടെ നമ്മൾ ബ്രഹ്മം എന്താണെന്നും പരമാത്മാവ് എന്താണെന്നും ഭഗവാൻ എന്താണെന്നും ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യരശ്മി എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മമായിട്ട് നമുക്ക് ഉപമിക്കാം. സൂര്യൻ ബ്രഹ്മമാണെന്നല്ല, എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. എല്ലാം നമ്മൾ ഈ കാണുന്ന ഈ ശരീരവും ജീവാത്മാക്കളും എല്ലാം ബ്രഹ്മത്തിൽ നിൽക്കുന്നു. പക്ഷെ ഒരു ഉദാഹരണത്തിന് പഠിക്കുകയാണ്. സൂര്യരശ്മിയെ ബ്രഹ്മമായിട്ട് ഉപമിക്കാം. സൂര്യഗോളത്തെ പരമാത്മാവുമായിട്ട് ഉപമിക്കാം. എന്നിട്ട് സൂര്യഗോളത്തിനകത്തുള്ള സൂര്യദേവനെ നമുക്ക് ഭഗവാനുമായിട്ട് ഉപമിക്കാം. അന്നേരം ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, എല്ലാ ജീവജാലങ്ങളുടെ ഉറവിടമായ ഭഗവാൻ, എല്ലാത്തിൻ്റെയും സർവകാരണകാരകനായിട്ടുള്ള ഈശ്വര പരമകൃഷ്ണ, ആ ഭഗവാൻ എന്ന് പറയുന്നത് ഗോലോക വൃന്ദാവനത്തിൽ ആ വ്യക്തി രൂപത്തിൽ എപ്പോഴും ഉണ്ട്. ആ ഭഗവാൻ തന്നെ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ടും, സർവ്വചരാചരങ്ങളിലും എല്ലാ ഒരു അണുവിൽ പോലും ഭഗവാൻ പരമാത്മാവായിട്ടിരിക്കുകയാണ്, ശംഖചക്ര ഗദാപത്മത്തോടുകൂടി. അതുകൂടാതെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആധ്യാത്മിക ശരീരത്തിൽ, നമ്മളെപ്പോലെയല്ല, നമുക്ക് ആത്മാവും ശരീരമായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷെ ഭഗവാന്റെ ശരീരമായിട്ട് വ്യത്യാസമില്ല. ഭഗവാന്റെ ആത്മാവും ഭഗവാന്റെ ശരീരവും എല്ലാം ഒന്ന് തന്നെ, ആധ്യാത്മികമാണ്. അന്നേരം ഭഗവാന്റെ ആധ്യാത്മിക ശരീരത്തിൽ നിന്നും നിർഗളിക്കുന്ന ആ ഒരു തേജസ്, ആ ഒരു ജ്യോതിയാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ഇപ്പോൾ സൂര്യഗോളത്തെ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും കാണാൻ പറ്റും, നമ്മുടെ രാജ്യത്തിലും മറ്റു രാജ്യത്തിലും, അല്ലേ? ഓരോ രാജ്യത്തിലും തോന്നും, എൻ്റെ മുമ്പിൽ ദാ സൂര്യൻ ഉദിച്ചു എന്ന് തോന്നും. അതേപോലെ എല്ലാവരുടെ ഹൃദയത്തിലും ആ ഒരേ പരമാത്മാവ് തന്നെ ഭഗവാൻ ചതുർബാഹു രൂപത്തിൽ ശംഖചക്ര ഗദാപത്മത്തോടുകൂടി നമ്മുടെ ഹൃദയപത്മത്തിൽ ഭഗവാൻ ഇരിപ്പുണ്ട്. അന്നേരം പരമോന്നതനായ ഭഗവാനെ നമുക്ക് 3 തലങ്ങളിലായിട്ട് സാക്ഷാത്കരിക്കാൻ പറ്റുന്നു: ബ്രഹ്മമായിട്ടും, പരമാത്മാവായിട്ടും, ഭഗവാനായിട്ടും. ഇനി മറ്റു മതങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അവർ ഭഗവാനെ ആരാധിക്കുന്നത് ഏകദേശം ബ്രഹ്മമായിട്ട് തന്നെയാണ്. ബ്രഹ്മമാണെന്ന് അവർ അറിയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്രൈസ്തവ മതത്തിൽ നോക്കിക്കഴിഞ്ഞാലും അവർ പരമോന്നതനായിട്ടുള്ള ഈശ്വരനെ ഈ പ്രപഞ്ചത്തിന് അപ്പുറത്തായിട്ടാണ് അവർ കാണുന്നത്. ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു സാമ്രാജ്യമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ രൂപത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും വിവരമില്ല, വർണ്ണിക്കുന്നില്ല. ആഡമും ഈവൻ്റെയും കഥ നമ്മൾ അതിൽ ബൈബിളിൽ പഠിക്കുന്നു. പക്ഷെ അവിടെ വ്യക്തിരൂപത്തിൽ ഈശ്വരൻ വരുന്നതായിട്ട് പറയുന്നു.
എന്നിട്ട് ഇത് ഈ പഴം കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബൈബിളിൽ കേൾക്കാറുണ്ട്. പക്ഷേ ഈശ്വരൻ്റെ രൂപത്തെക്കുറിച്ചൊരു വർണ്ണനയില്ല. ഈശ്വരനെ ഒരു രൂപത്തിനകത്ത് കാണാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സങ്കല്പം. അന്നേരം അവിടെ എപ്പോഴും പ്രാർത്ഥനകളൊക്കെ അർപ്പിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിനപ്പുറത്തായിട്ടുള്ള ദൈവസാമ്രാജ്യത്തിൽ ഭഗവാൻ എപ്പോഴും, ഈശ്വരൻ എപ്പോഴും പരമോന്നതനായിട്ടുള്ള ഈശ്വരൻ ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് എല്ലാം പറയുന്നത്, അല്ലേ? പക്ഷേ ചില കാര്യങ്ങൾ, ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികൾ, ആ ഒരു ക്രൈസ്തവ മതത്തെ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ ജീസസ് ക്രൈസ്റ്റിന് പ്രാധാന്യത കൊടുക്കുന്നു. തീർച്ചയായിട്ടും, കാരണം അദ്ദേഹത്തിലൂടെയാണ് ആ ഒരു ഈശ്വരനെ അറിഞ്ഞത് ആ ഒരു മതവിശ്വാസികൾ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തിൽ അദ്ദേഹം പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രാധാന്യത കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം സ്വയം എന്താ പറഞ്ഞത്? ഞാൻ ദൈവപുത്രനാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇസ്ലാമിക മതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി പ്രവാചകനാണ്. അദ്ദേഹം പ്രചരണം ചെയ്യാൻ വേണ്ടി വന്നു. അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, ഈ പരമോന്നതനായിട്ടുള്ള ഈശ്വരൻ. അവിടെയും ഈശ്വരൻ്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല. കാരണം ആ ഖുർആൻ അനുസരിച്ച് ഈശ്വരൻ്റെ രൂപം നമുക്ക് ഭൗതിക രൂപത്തിൽ ഒതുക്കാൻ പറ്റത്തില്ല, ഭൗതിക കാഴ്ചയിൽ കാണാൻ പറ്റത്തില്ല. ഇത് സത്യമാണ്. അന്നേരം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാൻ പറയുന്നു, ജന്മകർമ്മചമേ ദിവ്യം. ഭഗവാന്റെ ആ ഒരു ജനനം, ഭഗവാൻ അവതരിക്കുന്നതും ഭഗവാന്റെ കർമ്മങ്ങളും ദിവ്യമാണ്, അതീന്ദ്രിയമാണ്. ഭഗവാനെ അധോക്ഷജൻ എന്നാണ് പറയുന്നത്. സാധാരണ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മുടെ ഈശ്വര സങ്കല്പം എല്ലാ മതഗ്രന്ഥങ്ങളെയും വെച്ച് പഠിച്ചു നോക്കുമ്പോൾ എല്ലാം കറക്റ്റാണ്. Adam and Eve is mentioned in Bhavishya Purana also. Yes, definitely. അന്നേരം ബൈബിളായാലും ശരി, ഖുർആനായാലും ശരി, ഇതെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിനെ കുറിച്ച് അവരവരുടേതായിട്ടുള്ള പരിമിതിക്കുള്ളിൽ പറയുന്ന കാര്യങ്ങളാണ്, അല്ലേ? അതിൻ്റെ അർത്ഥം അവർ താഴ്ന്നതാണ് എന്നല്ല നമ്മൾ പറയുന്നത്. എല്ലാവരും അവരവർക്ക് ലഭിച്ച അറിവ് അനുസരിച്ച് ഈശ്വരനെ കാണാൻ ശ്രമിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അകത്തോട്ട് പോവുകയാണെങ്കിൽ പോലും സനാതനധർമ്മത്തിനകത്തും പല പല ആചാര്യന്മാരും ഈശ്വരനെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞു നൽകുന്നത് അവരവരുടേതായിട്ടുള്ള ഓരോ ആ ഗ്രന്ഥങ്ങളുടെ സാക്ഷാത്കാരം അനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശങ്കരാചാര്യർ വരുന്നതിന് മുമ്പേ നമ്മുടെ വൈദിക സംസ്കാരം ഉണ്ടായിരുന്നു. ആ വൈദിക സംസ്കാരം പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ആ ബുദ്ധമതം വന്നതിന് ശേഷം, ബുദ്ധിസം സ്പ്രെഡായതിനു ശേഷം പിന്നെ ആ ഒരു സനാതനധർമ്മത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും വളരെ എങ്ങും നമുക്ക് കാണാനും സാധാരണ ജനങ്ങൾക്ക് ആക്സസിബിളും അല്ല. വളരെ വിരളമായിട്ടുള്ള രീതിയിലായിരുന്നു ആ ഈശ്വരനെ കുറിച്ചുള്ള അറിവുകളൊക്കെ. കാരണം അശോക ചക്രവർത്തിയുടെ അധികാരത്തിൽ ബുദ്ധിസം കൂടുതൽ ശക്തമായിട്ട് പ്രചരിപ്പിച്ചു. ഇനി ബുദ്ധിസവും നമ്മൾ ഈ സനാതനധർമ്മവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ബുദ്ധിസം എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിസം ഇതിനു മുമ്പേ നമ്മൾ സത്സംഗത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്തു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പരമോന്നത തലത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ക്ഷമിക്കണം, പുറത്ത് കുട്ടികൾ കളിക്കുകയാണ്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷമിക്കണം, പറയുന്നതിന് നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ട് കഴിയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അന്നേരം ഈ ബുദ്ധിസത്തെക്കുറിച്ച് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പരീക്ഷിത് മഹാരാജാവിനെ ശൃംഗി ശപിച്ചത് മുതൽ ബ്രാഹ്മണ്യ കർമ്മങ്ങളൊക്കെ നശിച്ചു, ബ്രാഹ്മണ്യ സംസ്കാരങ്ങളൊക്കെ നശിച്ചു. യഥാർത്ഥത്തിൽ ശാസ്ത്രങ്ങൾ പറഞ്ഞ് പഠിച്ച് ജീവിക്കുന്ന വ്യക്തികൾ വളരെ കുറവായിരുന്നു. മനസ്സിലായില്ലേ? അത് കാരണം
ബ്രാഹ്മണ സംസ്കാരമൊക്കെ നശിച്ചതുകൊണ്ട് ശാസ്ത്രങ്ങളോ അത് പഠിക്കാനോ അത് പഠിപ്പിക്കാനോ ഉള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് ബ്രാഹ്മണരെല്ലാവരും വഴിതെറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. അവരെല്ലാം യജ്ഞം ചെയ്യുന്നത്, യജ്ഞത്തിൻ്റെ ലക്ഷ്യം മൃഗബലി മാത്രമാണ്, എന്നിട്ട് ആ മൃഗത്തെ ഭക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് കരുതി കുറേ ബ്രാഹ്മണർ യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് എന്ത് സംഭവിച്ചു? ആ സംസ്കാരം നശിച്ചു. യജ്ഞങ്ങളെല്ലാം ചെയ്യുന്നത് മൃഗബലിക്ക് വേണ്ടി മാത്രമായി കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. ഒരുപാട് മൃഗബലി നടക്കാൻ തുടങ്ങി, ഒരുപാട് മൃഗഹത്യ തുടങ്ങാൻ തുടങ്ങി. മനസ്സിലായോ? ഒന്ന് പറഞ്ഞു നോക്കാൻ കുട്ടികളോട് കേൾക്കുന്നു. കുട്ടികളെ, വളരെ ശബ്ദം കുറയ്ക്കൂ, കുറച്ച് നേരത്തെ കേട്ടോ. കുറച്ച് സൗണ്ട് കുറയ്ക്കൂ. മക്കളെ, സൗണ്ട് കുറയ്ക്കണം. പറഞ്ഞു അന്നേരം ആ ബുദ്ധമതത്തിൻ്റെ പ്രചരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണക്കില്ലാതെ മൃഗഹത്യ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അന്നേരം ആ മൃഗഹത്യ നിർത്താൻ അനാവശ്യമായിട്ടുള്ള യഥാർത്ഥ ബ്രാഹ്മണ്യ കർമ്മങ്ങൾ അനുസരിച്ച് ഒന്നും നടക്കാത്തതുകൊണ്ട്, എല്ലാം വഴിതെറ്റിയുള്ള ആചാരാനുഷ്ഠാനങ്ങളായതുകൊണ്ട് ഭഗവാൻ നിശ്ചയിച്ചു അതിനൊരു സ്റ്റോപ്പ് വരുത്തണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീബുദ്ധനായിട്ട് അവതരിക്കുന്നത്. അന്നേരം ഭഗവാൻ വിചാരിച്ചു, ഇവർ വേദങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്, ആ വേദങ്ങളുടെ അറിവിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഇപ്പോഴത്തെ കാലയളവിൽ എന്താണോ ആവശ്യം, മെയിൻലി ആ മൃഗഹത്യ സ്റ്റോപ്പ് ചെയ്യുക, അൺനെസറി ആയിട്ടുള്ള വയലൻസ് സ്റ്റോപ്പ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ശ്രീബുദ്ധനായിട്ട് അവതരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ബുദ്ധനായിട്ട് വന്നതിന് ശേഷം ഭഗവാൻ ആ അഹിംസയുടെ സിദ്ധാന്തം പറഞ്ഞു കൊടുത്തു. അഹിംസാ സിദ്ധാന്തം പറഞ്ഞു കൊടുത്ത് പ്രചരണം ശക്തമാക്കി. അതിൽ ആകൃഷ്ടരായിട്ട് ഒരുപാട് വ്യക്തികൾ ബുദ്ധമതത്തെ സ്വീകരിച്ചു. ബുദ്ധമതത്തിന് തെറ്റൊന്നുമില്ല, അടിസ്ഥാനം വേദങ്ങളെ സ്വീകരിക്കുന്നില്ല, ഈശ്വര സാക്ഷാത്കാരത്തെ അംഗീകരിക്കുന്നില്ല. കാരണം ഈശ്വരൻ തന്നെയാണ് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം വേണ്ട. അതായത് ബുദ്ധമതത്തിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശൂന്യവാദമാണ്. എല്ലാം ശൂന്യത്തിൽ നിന്ന് തുടങ്ങി എല്ലാം ശൂന്യത്തിൽ അവസാനിക്കുന്നു. അതായത് നമ്മൾ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്, ഈ ശരീരം നമുക്ക് ലഭിച്ചു, ഈ ശരീരത്തിൽ നമുക്ക് ജീവനുണ്ട്, എന്നിട്ട് ഒരു നിമിഷം നമ്മുടെ ജീവൻ നിലയ്ക്കുമ്പോൾ എല്ലാം അവസാനിക്കുന്നു എന്നൊരു സിദ്ധാന്തത്തെയാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ പല ബുദ്ധിസത്തിലും അവർ ഭഗവത്ഗീതയൊക്കെ മിക്സ് ചെയ്ത് പുനർജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ബുദ്ധമതം ഇപ്പം എല്ലാം കൂടെ ഒരു കിച്ചടിയാണ്. കിച്ചടി എന്ന് പറഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യൻ ഭാഷയിൽ എല്ലാം കൂടെ ഒരു കുളമാവുന്ന ഇപ്പോൾ കിച്ചടി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ മലയാള ഭാഷയിൽ പറഞ്ഞ ഒരു അവിയൽ പരിപാടിയാണ്. എല്ലാം കൂടെ ഒരു അവിയലാണ്. പക്ഷേ ആക്ച്വൽ ബുദ്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യത്തിൽ നിന്ന് തുടങ്ങി എല്ലാം ശൂന്യത്തിൽ അവസാനിക്കും. അതായത് അവിടെ ആത്മാവിന് പ്രസക്തിയില്ല, ആത്മാവില്ല. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല, അത് തന്നെ. ആത്മാവില്ല അവിടെ. ആത്മാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല. ആത്മാവ് യാഥാർത്ഥ്യമാണ്, പക്ഷേ ആത്മാവിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ അവിടെ ആവശ്യമില്ല. പക്ഷേ കൺഫ്യൂസിങ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക ലീഡർ കാണുമല്ലോ, ഒരു പർട്ടിക്കുലർ മതത്തിന് ഒരു പർട്ടിക്കുലർ ലീഡർ കാണുമല്ലോ. അന്നേരം അവർ വിശ്വസിക്കുന്നു ഇത് ബുദ്ധൻ്റെ പുനർജന്മമാണ് എന്ന് വരെ വിശ്വസിക്കുന്നു.
അന്നേരം പുനർജന്മം എങ്ങനെ സംഭവിക്കുന്നു അല്ലേ? അന്നേരം ചില സമയത്ത് അവർ പുനർജന്മത്തെ വിശ്വസിക്കുന്നു, ചില സമയത്ത് പുനർജന്മത്തിനെ തിരസ്കരിക്കുന്നു. അവരെല്ലാവരും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് ആണ്. ഇത് ഇങ്ങനെ കുറ്റം പറയുന്നതല്ല, ഞാൻ പറയുന്നത് ഭഗവാൻ ഓരോ സമയത്തും ഓരോ മതത്തെ കൊണ്ടുവരുന്നത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ആ ഒരു പ്രവാചകൻ വരുന്നതും ആ ഒരു സന്ദേശം പ്രചരണം നടത്തുന്നതും പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യത്തെ നമ്മൾ മനസ്സിലാക്കുക, ആ ലക്ഷ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇവിടെ ബുദ്ധിസം വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അഹിംസാ സിദ്ധാന്തത്തെ സ്ഥാപിക്കണമെങ്കിൽ വേദങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ബ്രാഹ്മണർ വഴിതെറ്റിപ്പോകുന്നത്. പക്ഷെ വേദങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ശരിയായിട്ടുള്ള വഴിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ വേദങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അവർ മാംസഭക്ഷണത്തെ ന്യായീകരിക്കുകയാണ്, പല അധർമ്മങ്ങളും ചെയ്യുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ശ്രീബുദ്ധനായിട്ട് വന്നിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ ധർമ്മത്തെ സ്ഥാപിക്കേണ്ടത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനാമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴൊക്കെ ഭഗവാൻ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ വരും. അതിന് തന്നെയാണ് ശ്രീബുദ്ധനായിട്ട് വന്നത്. അത് ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു? അഹിംസാ സിദ്ധാന്തം പഠിപ്പിച്ചു. എങ്ങനെ? അദ്ദേഹം വലിയൊരു രാജാവായിരുന്നു, രാജാവിൻ്റെ മകനായിരുന്നു സിദ്ധാർത്ഥൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ബുദ്ധൻ്റെ ആ ചരിതം എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ഇൻസ്പയറിംഗ് ആണ്. അദ്ദേഹം കൊട്ടാരത്തിൽ ജീവിക്കുമായിരുന്നു, മക്കളും കുട്ടികളുമായി, ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട്. പക്ഷെ ജനിച്ചപ്പോൾ ജാതകം നോക്കിയപ്പോഴേ പറഞ്ഞു, എന്താണ്, ഇവൻ വീട്ടിൽ നിൽക്കത്തില്ല. ഇവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പറ്റും, ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പറ്റും. പക്ഷെ ഇവൻ രാജ്യം ഭരിക്കത്തില്ല, ഇവൻ ചക്രവർത്തിയായിട്ടിരിക്കത്തില്ല, സിംഹാസനത്തിലിരിക്കത്തില്ല. ഇവൻ കിരീടവും ചെങ്കോലും എല്ലാം ഉപേക്ഷിച്ച് സന്യാസ മാർഗത്തിലേക്ക് പോകുന്നു. ഇത് കേട്ടപ്പോൾ വലിയ ഷോക്കായി ബുദ്ധൻ്റെ അച്ഛന്. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇതിനെന്തെങ്കിലും ഉപായമുണ്ടോ, എന്തെങ്കിലും മാർഗമുണ്ടോ ഇവൻ്റെ ആ വഴി തടയാനായിട്ട്? പറഞ്ഞു, തടഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇവൻ വന്നതേ ആ മാർഗത്തിന് വേണ്ടിയാണ്. സാക്ഷാൽ ഭഗവാനാണ്. ഒരു വഴിയേ ഉള്ളൂ, ദുഃഖം ഇവൻ കാണാൻ പാടില്ല, ദുഃഖത്തിൻ്റെതായിട്ടുള്ള സാഹചര്യം ഇവൻ കാണാൻ പാടില്ല. ദുഃഖം കണ്ടു കഴിഞ്ഞാൽ ഇവൻ സത്യത്തെ തിരിച്ചറിയും, സത്യത്തെ തിരിച്ചറിഞ്ഞാൽ അവൻ സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. സത്യമല്ലേ? പൊതുവേ ദുഃഖത്തെ നമ്മൾ ഭയപ്പെടുന്നു, പക്ഷെ ദുഃഖം നമ്മളെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് നമ്മളെ അടുപ്പിക്കാം. ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അകത്തോട്ട് സ്കാൻ ചെയ്യാൻ തുടങ്ങും. എല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോൾ നമ്മൾ സത്യത്തെ മറക്കുന്നു. മനസ്സിലായില്ലേ? നമ്മളെല്ലാം മറക്കുന്നു, മറന്നിട്ട് മറന്ന് ജീവിക്കുന്നു. പക്ഷെ എപ്പോഴാണോ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ അകത്തോട്ട് സ്കാൻ ചെയ്ത് നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും സ്കാൻ ചെയ്ത് നമ്മൾ സഞ്ചരിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അന്നേരം ദുഃഖത്തിൻ്റെ കാര്യം ഇവ ഒന്നും അറിയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ചുറ്റും എല്ലാ രീതിയിലും എല്ലാ സെറ്റപ്പുകളും ചെയ്തു. എന്താണ്? ഒരു രീതിയിലുള്ള ദുഃഖം കാണാത്ത രീതിയിൽ ചുറ്റുമുള്ള സാഹചര്യമൊക്കെ ഭംഗിയാക്കി വെച്ചു. അതായത് വൃദ്ധാവസ്ഥയിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ ഉടനെ അവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കും. അതായത് കൊട്ടാരത്തിന് ചുറ്റും രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായിട്ട്, അതായത് പല പല ടെറിട്ടറീസ് ആക്കി ആ മുഴുവൻ രാജ്യത്തെ പല പല രീതിയിൽ മാറ്റി. അതായത് ഈ കൊട്ടാരത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷം എപ്പോഴും എങ്ങനെയായിരുന്നു? വളരെ ഭംഗിയായിട്ടുള്ള, എല്ലാം യുവാക്കളായിരുന്നു. വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നവരെല്ലാം ആ ഒരു ഏരിയയിൽ നിന്ന് പുറത്താക്കും. അവർക്ക് താമസിക്കാൻ പുറത്തൊരു ലോകമായിരുന്നു. ഇത് ചെറിയ ഏരിയ ഒന്നുമില്ല, വലിയ ഏരിയ, എത്രയോ കിലോമീറ്റർ കണക്ക്. അതായത് ആ സിദ്ധാർത്ഥൻ്റെ ആ ഒരു രാജ്യം വലിയൊരു രാജ്യമാണ്. അങ്ങനെ അവിടെ എല്ലാ രീതിയിലും ആത്മാവ് ഫ്രീ സ്റ്റേറ്റ്, ബോഡി വേണമല്ലോ. ഞാൻ വായിച്ചില്ല, കംപ്ലീറ്റ് വായിച്ചില്ല. എനിവേ, അതിനകത്തേക്ക് ആ ബുദ്ധൻ്റെ ചുറ്റുമുള്ള സാമ്രാജ്യം അതെല്ലാം വളരെ സന്തോഷം നിറഞ്ഞ സാമ്രാജ്യമായിരുന്നു. അവിടെ വൃദ്ധാവസ്ഥയില്ല.
എന്നിട്ട് വൃദ്ധരായിട്ടുള്ളവരെ എല്ലാം പുറത്താക്കും. ഇനി രോഗബാധിതരായിട്ടുള്ളവർ അവരെയും പുറത്താക്കും. മരണത്തോട് അടുത്തെത്തുന്ന ആൾക്കാരാണെങ്കിൽ അവരെയും പുറത്താക്കും. അങ്ങനെ ദുഃഖം, വ്യാധി, ജര ഇതൊന്നും കാണിക്കാൻ, കാരണം ഇതൊക്കെയാണല്ലോ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും. പല രീതിയിലുള്ള ദുഃഖം ഉണ്ടെങ്കിലും പ്രധാനമായിട്ടുള്ള ദുഃഖത്തിൻ്റെ കാരണം ഈ കാര്യങ്ങളൊക്കെയാണ്. അന്നേരം ഇതൊന്നും കാണിക്കാതിരുന്നപ്പോഴാണ് ഒരു ദിവസം എന്തായി, ശ്രീബുദ്ധൻ ഇങ്ങനെ കൊട്ടാരത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ പല രീതിയിലും കറങ്ങാനൊക്കെ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു ദിവസം എന്തായി, അദ്ദേഹത്തിൻ്റെ രഥം ഓടിക്കുന്ന സാരഥി എടുത്ത് പറഞ്ഞു, ഞാൻ എപ്പോഴും ഈ ഒരു രാജ്യം ഇത്രയും ഭാഗമേ കണ്ടിട്ടുള്ളൂ, ഇതിനപ്പുറത്തുള്ള അവിടെ എന്താണെന്ന് എനിക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അങ്ങയുടെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറം അങ്ങേ കൊണ്ടുപോകരുത്. അന്നേരം സിദ്ധാർത്ഥൻ പറഞ്ഞു, എനിക്കവിടെ പോകണം, എൻ്റെ ആജ്ഞയാണ്, നീ നിറവേറ്റു എന്ന് പറഞ്ഞു. അന്നേരം വേറെ വഴിയില്ലാത്തതുകൊണ്ട് സാരഥി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ പോയപ്പോഴാണ് എന്താണ്, ആദ്യം ഇങ്ങനെ കുഞ്ഞു നടക്കുന്നതായിട്ട് ഒരു വ്യക്തിയെ കണ്ടു. അപ്പോൾ ഇതേത് ജീവിയാണ്, ഇത് മനുഷ്യനാണ്. അന്നേരം ഇതെന്താണ്, മനുഷ്യനെന്താ ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നതാണ്. അന്നേരം ഇത് വൃദ്ധാവസ്ഥയാണ്. നമ്മൾ ഇപ്പോൾ യൗവനാവസ്ഥയിലാണ്, വൃദ്ധാവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ആദ്യത്തെ ഷോക്ക്. ഇതാരാണ്, ആരെ പഠിപ്പിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ച ആളാണ്, വേദാന്തം മുഴുവൻ വേദങ്ങളെല്ലാം പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ആ ലീലയുടെ ഭാഗമായിട്ട് നല്ലപോലെ അദ്ദേഹം അഭിനയിച്ചു, നമുക്ക് എല്ലാവർക്കും പാഠങ്ങൾ പഠിപ്പിച്ച് കേൾക്കാൻ വേണ്ടി. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ മതിമറന്ന് ഇങ്ങനെ ജീവിക്കുന്നു. വൃദ്ധാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അഹങ്കരിക്കാൻ തോന്നത്തില്ല. യൗവനാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മളെല്ലാമാണ്. പക്ഷേ നമ്മുടെ ശരീരം വൃദ്ധാവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. അന്നേരം ശ്രീബുദ്ധൻ കണ്ടപ്പോൾ, സിദ്ധാർത്ഥൻ അത് കണ്ടപ്പോൾ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് യാത്രയാണ്, സിദ്ധാർത്ഥനിൽ നിന്ന് ബുദ്ധനിലേക്കുള്ള യാത്ര. അന്നേരം ആ സിദ്ധാർത്ഥൻ ആ ഒരു വൃദ്ധാവസ്ഥ കണ്ടപ്പോൾ ചിന്തിച്ചു തുടങ്ങി, അന്നേരം ഞാനും ഇങ്ങനെ ആകും ഒരു ദിവസം. അന്നേരം ഉടൻ തന്നെ സാരഥി പറഞ്ഞു, അതെ, നമ്മളെല്ലാവരും ഈ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു, വൃദ്ധാവസ്ഥയാണ്. അന്നേരം ഉടൻ തന്നെ ആദ്യത്തെ കാര്യം സിദ്ധാർത്ഥൻ ചിന്തിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരാളെ കണ്ടു. അതിലൂടെ ഇതെന്താണ് ഇങ്ങനെ, ആ ഒരു വ്യക്തിക്ക് ഒരു രോഗമുള്ളത്. എന്താണ് ഈ രോഗം? അന്നേരം നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്ലേശങ്ങൾ, ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ രോഗബാധിത വരും, അതിനായിട്ട് വൈദ്യർ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അടുത്ത ക്ലേശത്തെക്കുറിച്ച് മനസ്സിലാക്കി ശ്രീബുദ്ധൻ. ഇനി വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് 4 പേര് ചേർന്ന് ഒരാളെ ഇങ്ങനെ തൂക്കിക്കൊണ്ടുപോകുന്നു. നേരത്തെ പറഞ്ഞു, ഇതെന്താണ്? ഇത് മരണമാണെന്ന് പറഞ്ഞു. ഇതെന്താണ്? അന്നേരത്തേക്ക് പറഞ്ഞു, ഒരു ദിവസം നമ്മളെല്ലാവരും ഈ ലോകത്തിലൂടെ നമ്മുടെ യാത്ര അവസാനിക്കും എന്ന് പറഞ്ഞു. ഇതപ്പോൾ കേട്ടപ്പോൾ ശ്രീബുദ്ധൻ്റെ ഉള്ളിൽ പല പല ചിന്തകളും ആരംഭിച്ചു. എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം ആരോടൊന്നും മിണ്ടാതെ അദ്ദേഹം കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ചിന്തിച്ചു തുടങ്ങി. എന്നിട്ട് ശ്രീബുദ്ധന് മനസ്സിലായി, നമ്മൾ ഈ കാണുന്ന ആർഭാടം ആയിട്ട് ഞാൻ ജീവിക്കുന്നു ഈ കൊട്ടാരത്തിൽ രാജകുമാരനായിട്ട്. പക്ഷെ ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ എന്നൊക്കെ പറഞ്ഞ് ശ്രീബുദ്ധൻ ചിന്തിച്ചു തുടങ്ങി. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ അദ്ദേഹം വേറെ ശാസ്ത്രങ്ങളോ ഉപദേശങ്ങളോ ഒന്നും സ്വീകരിക്കുന്നില്ല. അദ്ദേഹം സ്വയം അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ആരാണ്? സാക്ഷാൽ ഭഗവാൻ. അദ്ദേഹത്തിന് വേറെ ആരുടെയും സഹായം വേണ്ട. അങ്ങനെ ശ്രീബുദ്ധൻ അന്വേഷിച്ചു തുടങ്ങി. ജീവിതത്തിൻ്റെ പരമാർത്ഥത്തെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്, സിദ്ധാർത്ഥൻ്റെ യാത്ര. രാത്രിക്ക് രാത്രി ആരും അറിയാതെ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഭാര്യ ഉപേക്ഷിച്ചു, മക്കളെ ഉപേക്ഷിച്ചു. ഒറ്റ ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പത്തിലാണ്. ഇതിനപ്പുറത്തായിട്ടുള്ള യാഥാർത്ഥ്യത്തെ, ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വരുന്നു എന്നൊക്കെയുള്ള ആ ഒരു അന്വേഷണത്തിൽ ബുദ്ധൻ ഇറങ്ങുകയാണ്, സിദ്ധാർത്ഥൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി പല പല സ്ഥലങ്ങളും സഞ്ചരിച്ചു, പല പല വ്യക്തികളെ കണ്ടു. ഇതിനപ്പുറത്തായിട്ടുള്ള യാഥാർത്ഥ്യത്തെ അദ്ദേഹം അന്വേഷിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് ചില സന്യാസിമാരെയൊക്കെ കണ്ടു. അന്നേരത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി,
ധ്യാനത്തിലൂടെ സത്യത്തെ അകത്തന്വേഷിച്ചാൽ മതി. അകത്ത് ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, ഇതിനകത്ത് ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്വേഷണം സിദ്ധാർത്ഥൻ ആരംഭിച്ചു. അങ്ങനെ ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും ആ സ്ഥലമുണ്ട്. സിദ്ധാർത്ഥൻ ബുദ്ധനായിട്ടുള്ള ആ ഒരു മരം, ബോധഗയ എന്ന് പറയുന്ന സ്ഥലത്ത് ബോധോദയം ഉണ്ടായ സ്ഥലം. അതാണ് ബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ എൻലൈറ്റൻഡ് വൺ. ഉള്ളിൽ നിന്ന് ആ പ്രകാശം പൂർണ്ണമായിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തി, ആത്മാവിനെ തിരിച്ചറിഞ്ഞ വ്യക്തി, ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ശ്രീബുദ്ധൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് എത്രയോ നാളുകൾ ധ്യാനത്തിലിരുന്നു. ധ്യാനത്തിലിരിക്കുമ്പോഴെല്ലാം മനസ്സ് വീണ്ടും ചാഞ്ചാടും, ദുഃഖങ്ങൾ അനുഭവിക്കുന്നു പല രീതിയിലും. പല രീതിയിലും അവിടെ എല്ലാം അന്വേഷിച്ചു, ഇതെന്താണ് അതെന്താണ് എന്നൊക്കെ പലയിടത്തും പോയി ഭിക്ഷ എടുക്കാൻ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ധ്യാനത്തിലിരിക്കും, മനസ്സ് ചാഞ്ചാടി കളിക്കും. മനസ്സ് പറയും, കൊട്ടാരത്തിൽ പോയാൽ മതി, എന്തിനാണ് ഇവിടെ ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്നത്. അങ്ങനെ വീണ്ടും ആ സ്ട്രഗിൾ, കണ്ടിന്യൂസ്ലി സ്ട്രഗിളായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ആ കണ്ടിന്യൂസ്ലി മനസ്സുമായിട്ടുള്ള ആ മല്ലയുദ്ധത്തിൽ സിദ്ധാർത്ഥൻ ജയിക്കുക. അങ്ങനെ അദ്ദേഹം പരമസത്യത്തെ തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചറിഞ്ഞ തത്വങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ബുദ്ധനായിട്ട് വരുന്നത്. അന്നേരം ഭഗവാൻ വന്നതിന് ഭഗവാന്റേതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. എന്താണ്? ആ ശാസ്ത്രങ്ങളെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഭഗവാൻ പുതിയ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭഗവാൻ കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ ആൾക്കാരെ സഞ്ചരിപ്പിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ വാക്കുകളിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ള കുറേ പേർ ബുദ്ധമതത്തിൽ സ്വീകരിച്ചു. ഇനി ഭഗവാൻ കുറേ ശിഷ്യരായി, അവരെല്ലാവർക്കും ആ ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് ബുദ്ധ സന്യാസിമാരെ കണ്ടതാണ് അശോക ചക്രവർത്തി. അതായത് കലിംഗ യുദ്ധത്തിൽ കുറേ സൈനികർ മരിച്ചപ്പോൾ അശോക ചക്രവർത്തിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ ആൾക്കാരാര്, മറ്റ് എതിരാളികളാര്. നോക്കുമ്പോൾ എല്ലായിടത്തും ശവങ്ങൾ മാത്രം, രക്തം ചിന്തിക്കിടക്കുന്ന ശരീരങ്ങൾ. എല്ലാവരും വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്നു, ദാഹിക്കാൻ. എല്ലാ ദിവസവും യുദ്ധം കഴിയുമ്പോൾ ബുദ്ധ സന്യാസിമാർ വന്നിട്ട് ദാഹിച്ച് ഇപ്പോഴും ജീവനുള്ള കുറച്ച് ശരീരങ്ങളുണ്ട്, ആ വ്യക്തികൾക്ക് വെള്ളം ഇങ്ങനെ കൊടുക്കും. അവസാനം അവർ കുടിക്കും. അന്നേരം ആ ദയയെക്കുറിച്ച് അശോക ചക്രവർത്തി ആദ്യമായിട്ട് കാണുക. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മടുത്തു. അന്ന് മുതൽ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ആ ഒരു ബുദ്ധ സന്യാസിമാരുടെ ജീവിതത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഷിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു നമ്മുടെ ഭാരതത്തിൽ മുഴുവൻ. കാരണം എന്ത് സംഭവിച്ചു? മറ്റ് നമ്മുടെ സനാതന ധർമ്മത്തിലൂടെ എന്തു സംഭവിച്ചു? അതിലൂടെ ഒരു ശരിയായിട്ടുള്ള ധർമ്മം പ്രചരിപ്പിക്കുന്നില്ല. കാരണം മതം ഏതായാലും മനുഷ്യർ നന്നാവണം, അതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ പരമോന്നതമായിട്ടുള്ള തത്വങ്ങൾ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനുഷ്യരോട് ദയ പോലും ഇല്ല എങ്കിൽ ആ മതത്തിൽ വലിയ അർത്ഥമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ദയയ്ക്ക് പല കാര്യങ്ങളുണ്ട്. ഇപ്പം സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആധ്യാത്മിക ലക്ഷ്യവും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നുള്ളൊരു തത്വം എപ്പോഴും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു തത്വത്തെ, ഒരാൾ പറയുന്നു, പ്രഭുജി എന്തുകൊണ്ട് ബുദ്ധമതം ഇന്ത്യയിൽ അധികം വന്നിട്ട്? ഇന്ത്യ മുഴുവൻ ബുദ്ധമതമായിരുന്നു. ശങ്കരാചാര്യർ അതിനെ മാറ്റിയതാണ്.
ഇപ്പോഴും ബുദ്ധമതമായിരുന്നെങ്കിൽ നമ്മുടെ അമ്പലങ്ങളൊന്നും ഇപ്പോഴും കാണത്തില്ലായിരുന്നു. അതായത് എല്ലാ അമ്പലങ്ങളും അടച്ചുപൂട്ടിയെന്ന് തന്നെ പറയാം. എല്ലാ ആചാര്യന്മാരും ഗുരുകുലവും എല്ലാം മാറി. അത്രയ്ക്ക് ശക്തമായിട്ടായിരുന്നു ബുദ്ധിസത്തിൻ്റെ പ്രചരണം. ആ സമയത്താണ് ഭഗവാൻ മഹാദേവനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ സാക്ഷാൽ മഹാദേവൻ തന്നെ ശങ്കരാചാര്യരായിട്ട് വരിക. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തിൽ വന്നു. ശങ്കരാചാര്യരുടെ ലക്ഷ്യം എന്താണ്? ഭാരതീയ സംസ്കാരത്തെ തിരിച്ചു പിടിക്കുക. കാരണം എന്താണ്? അതിനു മുമ്പേ ഉള്ള ആ ഒരു സംസ്കാരം, അതായത് എല്ലാം തുടങ്ങുക, സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിസത്തിന് മുമ്പേ എല്ലാവരും വഴിതെറ്റി സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ദയവ് ചെയ്ത് ഇനി നിർത്തും. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാം ആദ്യം മുതലേ തുടങ്ങുന്ന ആളാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ എന്ത് ചെയ്തു? പ്രചരണാർത്ഥം വന്നുകൊണ്ട് ആ വേദശാസ്ത്രങ്ങളെ തിരിച്ചു കൊണ്ടുവരികയാണ് വ്യക്തികളുടെ ജീവിതത്തിൽ. അതിനുവേണ്ടി, കാരണം അതിനു മുമ്പേ എല്ലാവരും എന്തായി? ബുദ്ധമതത്തെ സ്വീകരിച്ച് എല്ലാം ഭൗതിക ആഗ്രഹങ്ങളെ വിടുന്ന ആ ഒരു വിട്ടിട്ടുള്ള ജീവിതം, അഹിംസാ സിദ്ധാന്തത്തെ സ്വീകരിച്ച് അതിനനുസരിച്ച് ആൾക്കാർ ജീവിക്കാൻ തുടങ്ങി. അന്നേരം ഏറെക്കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. എന്താ പറയുന്നത്, വേദങ്ങളുടെ പേരിൽ നടക്കുന്ന അനാചാരങ്ങളൊക്കെ നിർത്തി. ശങ്കരാചാര്യരല്ലേ എല്ലാ പൂജാവിധികൾ ഏർപ്പെടുത്തിയത്. കറക്റ്റ്, അതാണ്. പക്ഷേ ഈ സമയത്തും വൈഷ്ണവ ഗുരുപരമ്പര നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് യഥാർത്ഥ സിദ്ധാന്തങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേര് ഫോളോ ചെയ്തിരുന്നത് അതല്ലായിരുന്നു. വളരെ കുറച്ച് പേർ മാത്രം അത് യഥാർത്ഥ തത്വങ്ങളെ ആചരിച്ച്, അതായത് യഥാർത്ഥ ധർമ്മം പൂർണ്ണമായിട്ട് നശിച്ചു എന്നല്ല, വളരെ കുറച്ച് പേര് മാത്രം യഥാർത്ഥ തത്വങ്ങളെ പാലിച്ച് ജീവിക്കുമായിരുന്നു. ആ ഒരു ഗുരുശിഷ്യ പരമ്പര എക്സിസ്റ്റിംഗ് ആയിരുന്നു. അന്നേരം ശങ്കരാചാര്യർ വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ശങ്കരാചാര്യർ വലിയൊരു മാസീവ് പ്രചരണമാണ് ചെയ്തത്. ശങ്കരാചാര്യർ വന്നിട്ട് എന്ത് ചെയ്തു? ശങ്കരാചാര്യർ വന്നിട്ട് അദ്ദേഹം വ്യക്തികളെ, സാധാരണ ജനങ്ങളെ, അല്ലെങ്കിൽ അഭിജ്ഞ ലോകത്തെ, ആ അഭിജ്ഞ ലോകം എന്ന് പറഞ്ഞാൽ സ്കോളർലി ആയിട്ടുള്ള വ്യക്തികൾ, തത്വങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തികൾ, അവർ വേദങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളും വേദങ്ങളെ സ്വീകരിക്കും. അതായിരുന്നു ശങ്കരാചാര്യരുടെ ലക്ഷ്യം. അങ്ങനെ ശങ്കരാചാര്യർ വേദാന്തമൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. പലയിടത്തും പോയി ഡിബേറ്റുകൾ ചെയ്തു, തർക്കമൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ശങ്കരാചാര്യർ വേദങ്ങളിലേക്ക് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നു. ഉപനിഷത്തുകളും വേദാന്തമൊക്കെ പഠിപ്പിച്ച് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നു ശാസ്ത്രങ്ങളിലേക്ക്. പക്ഷെ അതിനുശേഷം എന്തായി? വീണ്ടും പല പല ആചാര്യന്മാർ, രാമാനുജാചാര്യർ, മധ്വാചാര്യർ, വിഷ്ണുസ്വാമി, നിംബർക്കാചാര്യർ, ഇവരിലൂടെ ആ ശങ്കരാചാര്യർ കൊണ്ടുവന്ന തത്വങ്ങൾ അതിൽ നിന്നും വ്യതിചലിച്ച വീണ്ടും ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇപ്പം എത്ര നല്ല സ്കൂളാണെങ്കിലും ആ പഠിപ്പിക്കുന്ന കുട്ടികൾ വഴിതെറ്റിപ്പോകണേ അത് സ്കൂളിൻ്റെ പ്രശ്നമല്ല. അതേപോലെ യഥാർത്ഥ ശങ്കരാചാര്യരുടെ തത്വങ്ങളെ മനസ്സിലാക്കാതെ വ്യതിചലിച്ചു പോയ കുറേ ആൾക്കാർ ഇന്നും ഈ ലോകത്തിലുണ്ട്. അവർ ശങ്കരാചാര്യരുടെ പേരൊക്കെ പറയും, പക്ഷേ യഥാർത്ഥ ശങ്കര തത്വമല്ല അവർ പഠിപ്പിക്കുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞത് എന്താണ്? ബുദ്ധിസം അനുസരിച്ച് എന്താണ്? എല്ലാം ശൂന്യത്തിൽ നിന്നും തുടങ്ങി എല്ലാം ശൂന്യത്തിൽ അവസാനിക്കുന്നു. പക്ഷെ ആത്മാവുണ്ട്. ഭൗതിക ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. നമ്മുടെ ഈ ശരീരം ഒരിക്കൽ തുടങ്ങുന്നു, അവസാനിക്കുന്നു. ശരീരം നശ്വരമാണ്. ഈ ഭൂമിയായിട്ട് മണ്ണുമായിട്ട് ചേരുന്നു, പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതമായിട്ട് ചേരുന്നു. സത്യമാണ്. പക്ഷെ ശങ്കരാചാര്യ പറഞ്ഞു ഇത് സത്യമാണ് എങ്കിലും ഇതിനപ്പുറത്തായിട്ടൊരു അസ്തിത്വമുണ്ട്. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ആത്മാവും, ഈ ആത്മാവ് ആ പരബ്രഹ്മത്തെ അന്വേഷിക്കണം. അതതോ ബ്രഹ്മ ജിജ്ഞാസ. അന്നേരം ബുദ്ധൻ പറഞ്ഞത് കറക്റ്റാണ്. അതിൻ്റെ അടുത്ത ലെവൽ പറഞ്ഞത് ശങ്കരാചാര്യരാണ്. ഈ ലോകത്തിലുള്ള
എല്ലാം നശ്വരമാണ്. അതാണ് ബുദ്ധൻ പറഞ്ഞത്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കൊല്ലും കൊലയായിട്ട് നടക്കണ്ട. എല്ലാം തുടങ്ങുന്നു, ഒരിക്കൽ എല്ലാം അവസാനിക്കുന്നു. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധൻ പറഞ്ഞത് തെറ്റല്ല. നമ്മൾ ആ ബേസിക്സിലേക്ക് പോവുകയാണ്. കാരണം എന്താണ്, ഇവർ സ്വാഹ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ മൃഗത്തെ സ്വാഹ ചെയ്ത് അവരുടെ ജീവിതവും സ്വാഹയാക്കി നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശ്രേഷ്ഠമായിട്ടുള്ള ഈ മനുഷ്യജന്മം മനസ്സിലാക്കാതെ അവർ എന്ത് ചെയ്യുന്നു? തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പറയുന്നത് വലിയ വലിയ വിദ്വാനായിട്ട് നടക്കുന്നു, പണ്ഡിതനായിട്ട് നടക്കുന്നു. അന്നേരം ബുദ്ധൻ വന്നിട്ട് ആദ്യം ബേസിക്സ് ഫോളോ ചെയ്യും. വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞ് യജ്ഞമൊക്കെ ചെയ്യുന്നു, അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യുന്നു. ആദ്യം നിങ്ങൾ പഠിക്കും, ഈ ലോകം ടെമ്പററിയാണ്. നൈമിത്തികമായിട്ടുള്ള ഈ ലോകത്തിൽ നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് ഈ മൃഗബലി കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? നിങ്ങളുടെ നാവിൻ്റെ രുചിയെ ഇതുവരെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നില്ല എന്നതാണ് ശ്രീബുദ്ധൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഈ ലോകം താൽക്കാലികമാണ്. അല്ലാതെ ബുദ്ധിസം തെറ്റല്ല, ബുദ്ധിസത്തിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ ബുദ്ധിസം മാത്രമാണ് എല്ലാം എന്ന് കരുതരുത്. എല്ലാ മതത്തിൻ്റെയും പ്രശ്നം ഇതാണ്. എന്താണ്? അവർ കരുതുന്നു അവരാണ് എല്ലാം. പക്ഷെ യഥാർത്ഥത്തിൽ സനാതന ധർമ്മമാണ് എല്ലാം, ഓൾ ഇൻക്ലൂസീവ്. പക്ഷെ സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന അവർക്കും അറിഞ്ഞുകൂടാ. അവരിയ്ക്കുന്ന ഒരു നിധിയുടെ മുകളിലാണ്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവർ. അവരുടെ ഈ ഭഗവത്ഗീതയുണ്ട്. ഭഗവത്ഗീതയിൽ ഈ ലോകത്തിലുള്ള എല്ലാ മതകാര്യങ്ങളും ഇത് പറയുന്നുണ്ട്. ബുദ്ധിസം ഉണ്ട്, അതിൽ ക്രൈസ്തവ ധർമ്മങ്ങളും പറയുന്നുണ്ട്, ഇസ്ലാമിക ധർമ്മങ്ങളും പറയുന്നു, അതിനെക്കാട്ടിയും ടോപ്പായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ തത്വങ്ങളും ഭഗവത്ഗീതയിലുണ്ട്. പക്ഷെ ഭഗവത്ഗീതയിലുള്ള എല്ലാ തത്വങ്ങളും എല്ലായിടത്തും കാണത്തില്ല. ഈ ഭഗവത്ഗീതയുടെ അടുത്ത ലെവലാണ് ശ്രീമദ് ഭാഗവതം, അതിൻ്റെ അടുത്ത ലെവലാണ് ചൈതന്യ ചരിതാമൃതം. എന്നാൽ ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. ആ വ്യക്തിക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ ലോകത്തിൽ. ആ വ്യക്തിക്ക് നല്ലപോലെ ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ ആ വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള എല്ലാം, എന്തിനേറെ പറയുന്നു, ഈവൻ മറ്റ് വിഷയങ്ങൾ പോലും എല്ലാം മനസ്സിലാവുന്നു. അധികം സമയമെടുക്കത്തില്ല അവർക്ക് ആ കോൺസെപ്റ്റ്സ് മനസ്സിലാവാൻ പറ്റും. ഈ ലോകത്തിലുള്ള ഏത് കാര്യമാണെങ്കിലും ഭഗവത്ഗീത നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന് പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവത്ഗീത നമ്മൾ സനാതനധർമ്മം ഫോളോ ചെയ്യും. പ്രധാനമായിട്ട് നമ്മുടെ സത്സംഗത്തിലുള്ള വ്യക്തിയെ കുറിച്ചല്ല, അല്ലാത്തവരെ കുറിച്ചാണ്. മെയിൻലി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത മിക്ക ആൾക്കാരുടെ വീട്ടിലും ഇല്ല. ഇനി മേടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കുത്തി ഇങ്ങനെ വെക്കും, പൂജാമുറിയിൽ ഇങ്ങനെ വെക്കും ഭദ്രമായിട്ട്. കാരണം എന്താണ്, മീനൊക്കെ കഴിച്ച് മീൻ തൊട്ട് കൈകൊണ്ട് ഭഗവത്ഗീത തൊടാൻ മീൻ നിർത്തത്തില്ല. അത് ഭദ്രമായിട്ട് നമ്മുടെ വീട്ടിലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഏതാണ്? പൂജാമുറി. നമ്മൾ അശുദ്ധിയിൽ അവിടെ ഇവിടേക്ക് നടക്കുന്നു. അതുകൊണ്ട് ശുദ്ധമായിട്ട് ഭദ്രമായിട്ട് ഭഗവത്ഗീത ഇവിടെ പൂജാമുറിയിൽ ഇരിക്കണം, തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ അശുദ്ധമായിട്ടുള്ള കൈകൾ വെച്ച് ഇങ്ങനെയാണ് തൊടുന്നത്. ഞാൻ ഇതിനു മുമ്പേ സത്സംഗത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ഞാൻ 5 വർഷം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വീട് തോറും ഡോർ ടു ഡോർ ഭഗവത്ഗീത വിതരണത്തിനായിട്ട് പോകുമായിരുന്നു. വെറുതെ പറയാം, ഞാൻ ഹരേ കൃഷ്ണ അമ്മേ, ഈ ഭഗവത്ഗീത ഒന്ന് നോക്കിക്കോളൂ. എന്ത് ചെയ്യാനാണ് മോനെ, മീൻ തൊട്ട കൈയാണ് മോനെ, എന്ത് ചെയ്യാൻ. മീൻ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും പവിത്രമായിട്ടുള്ള ഗ്രന്ഥമാണ്, ഇതിനെങ്ങനെയാണ് എനിക്ക് തൊടാൻ പറ്റുന്നത്? അത് നല്ലപോലെ അറിയാം, ഇത് പവിത്രമായിട്ടുള്ള ഗ്രന്ഥമാണ്, ഈ തൊടുന്ന മീൻ അശുദ്ധിയാണ് എന്നൊക്കെ അറിയാം. പക്ഷെ അശുദ്ധമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ താല്പര്യമില്ല. മനസ്സിലായില്ലേ? അന്നേരത്തേക്ക് വേറൊരാളടുത്ത് ഭഗവത്ഗീത കൊണ്ടുപോയി, മോനെ ഇന്ന് വീട്ടിൽ നോൺ വെജ് കുക്ക് ചെയ്തു, എന്ത് ചെയ്യാനാണ്? അന്നേരത്തേക്ക് ഭഗവത്ഗീത മിക്ക ആൾക്കാരുടെ, ഒന്നും പറഞ്ഞാൽ മിക്ക ആൾക്കാരുടെ വീട്ടിലും കാണത്തില്ല. വേറൊരിടത്ത് ഭഗവത്ഗീത വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവത്ഗീത ഇല്ല മോനെ. അന്നേരത്തേക്ക് ചോദിച്ചാൽ ഞാൻ ഭഗവത്ഗീത എടുക്കൂ, വീട്ടിലേക്ക് വെക്കാം, നല്ലതല്ലേ, വെക്കാം മോനെ, പക്ഷെ വീട്ടിലെന്നും നോൺ വെജാണ്. മനസ്സിലായില്ലേ? അന്നേരത്തേക്ക് നോൺ വെജ് കുക്ക് ചെയ്യുന്ന വീട്ടിൽ എങ്ങനെയാണ് മോനെ ഭഗവത്ഗീത വയ്ക്കുന്നത്? ഇത്രയും നല്ലൊരു ഗ്രന്ഥമാണ്, അന്നേരം വീട്ടിലതൊന്നും വെക്കാൻ പാടില്ല. അന്നേരം ഭഗവത്ഗീത വെക്കാതിരിക്കാൻ ഒരു 100 കാരണങ്ങൾ കണ്ടെത്തും, അതിൽ സന്തോഷിച്ചിരിക്കുകയും ചെയ്യും.
എന്നിട്ട് ഇതേ വ്യക്തികൾക്ക് നല്ലപോലെ അറിയാം ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇനി അമ്പലത്തിൽ പോവുകയാണെങ്കിൽ എന്താണ്, നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല അല്ലേ? കാരണം അമ്പലം എന്ന് പറഞ്ഞാൽ പവിത്രമായിട്ടുള്ള സ്ഥലമാണ്. അന്നേരം വീട്ടിൽ എന്താണ്, വീട് എങ്ങനെയായാലും കുഴപ്പമില്ല, വീട്ടിൽ നോൺ വെജ് അതൊക്കെ കഴിക്കാം. കാരണം എന്താണ്, അത് അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതമൊക്കെ. അതുകൊണ്ട് പക്ഷെ അതേ സമയത്ത് നമുക്ക് നല്ലപോലെ അറിയാം ഇത് അശുദ്ധിയാണെന്നും അറിയാം, നോൺ വെജ് അശുദ്ധിയാണ്, അതിൽ നിന്ന് പുറത്തു വരാം. തീർച്ചയായിട്ടും പല ആൾക്കാരും അവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ അതൊക്കെ കാണും. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അന്നേരം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഭഗവത്ഗീതയിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹാരമുണ്ട്. പക്ഷേ ഈ ഭഗവത്ഗീത നമ്മുടെ സത്സംഗത്തിലല്ല, പുറത്തുള്ള ഭക്തരെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് ഞാൻ പറയുവാണ്. അവർ വീട്ടിൽ ഭഗവത്ഗീത വയ്ക്കാറില്ല, പല കാരണങ്ങളാണ്. ഇനി ഭഗവത്ഗീത വെച്ചാലും എന്താണ്, ഒരാൾ പറയും മീനും കൂട്ടിയിട്ട് കുളിച്ചിട്ടാണ്. വയറ്റിൽ അന്നേരം മീനില്ലേ? സത്യമാണ്. കുളിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് അശുദ്ധി പോയി, അത്രയേ ഉള്ളൂ അല്ലേ? എല്ലാം അശുദ്ധമായി, പക്ഷെ അകത്ത് മീൻ കിടക്കുക. മനസ്സോ ശരി, മീനും കഴിച്ച് നോൺ വെജും കഴിച്ചിട്ട് എല്ലാം കുളിച്ച് വൃത്തിയായി, ശരി, സ്റ്റൊമക് ക്ലിയറും ചെയ്യുന്നു, പക്ഷെ മനസ്സിൽ നിന്ന് അശുദ്ധി പോകുമോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും അശുദ്ധിയാക്കിക്കൊണ്ടിരിക്കും. കാരണം വി ആർ വാട്ട് വി ഈറ്റ്. നമ്മുടെ മനോഭാവം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിരിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അല്ലേ? അന്നേരം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഈ ഭഗവത്ഗീത മിക്ക ആൾക്കാരും വീട്ടിൽ വയ്ക്കാറില്ല. ഇനി അബദ്ധവശാൽ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഭഗവത്ഗീത വന്നു കഴിഞ്ഞാൽ അത് ഭദ്രമായിട്ട് പൂജാമുറിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്, തൊടത്തില്ലെന്നുള്ളതാണ്. വർഷങ്ങൾ കഴിഞ്ഞാൽ അത് പൊടിയൊക്കെ വരണ്ട് ഇങ്ങനെ ഒരു കുളമായാലും അകത്ത് നമ്മൾ തൊടാറില്ല. പിന്നെ എടുക്കും നമ്മൾ എപ്പോഴാണ്, വർഷത്തിലൊരിക്കൽ സരസ്വതി പൂജ, ദേവിയുടെ പൂജ വരുമ്പോഴത്തേക്ക് ഭഗവത്ഗീത എടുത്തിട്ട് പൂജ ചെയ്തിട്ട് പൂജ കഴിഞ്ഞാൽ ഭദ്രമായിട്ട് തിരിച്ചവിടെ വയ്ക്കുന്നതാണ്. ഇതാണ് മെയിൻ പ്രശ്നം. ഇനി ചില ഭാഗ്യം ചെയ്ത ജന്മങ്ങൾ ഭഗവത്ഗീത തുറക്കുകയാണെങ്കിലും അവരുടെ കയ്യിൽ കിട്ടുന്ന ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങൾ മാത്രമുള്ള ഭഗവത്ഗീതയായിരിക്കും. കാരണം എന്താണ്, അർത്ഥം പഠിക്കാൻ പാടില്ല, അർത്ഥത്തിലോട്ട് പോകാൻ പാടില്ല, ശ്ലോകം മാത്രം പഠിക്കണം. എന്നിട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പാടി 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 ശ്ലോകങ്ങളെല്ലാം പച്ചവെള്ളം പോലെ പഠിച്ച് എല്ലാം പാരായണം ചെയ്ത് ഭദ്രമാക്കി അകത്തോട്ടെടുത്ത് വീണ്ടും വയ്ക്കുക. ഓരോരോ സമയത്തും തുറക്കും, ശ്ലോകങ്ങൾ വായിച്ച് തീർക്കും, അർത്ഥം പഠിക്കാൻ പാടില്ല. ഇനി ചില വ്യക്തികളാണെങ്കിൽ അർത്ഥം പഠിച്ചാലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ല. ഇതാണ് മെയിൻ വിഷയം. ഇതുകൊണ്ടാണ് ഭഗവത്ഗീത അറിവുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സനാതന ധർമ്മികൾ ഇരിക്കുന്നത് വലിയ ഒരു ഖജനാവിൻ്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അമൂല്യമായിട്ടുള്ള രത്നങ്ങളാണ് ഈ ഒരു ഭഗവത്ഗീതയ്ക്കകത്ത് ഇരിക്കുന്നത്. കർമ്മയോഗം വിവരണം പ്രഭുജി. കർമ്മയോഗം ഇനി ഭഗവത്ഗീത തുടങ്ങേണ്ടി വരും. പൊതുവേ കർമ്മയോഗം മനസ്സിലാക്കണമെങ്കിൽ കർമ്മം എന്താണെന്ന് നമ്മൾ പഠിക്കണം, വികർമ്മം എന്താണെന്ന് പഠിക്കണം, അകർമ്മം എന്താണെന്ന് പഠിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റേതായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്, നമ്മുടെ ചിന്തകൾ പോലും. ഇപ്പം നമ്മളൊരു പന്തെടുത്ത് ഭിത്തിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നത് പോലെ നമ്മുടെ ഓരോ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. അന്നേരം കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റുമോ? ഭഗവാൻ അതാ പറയുന്നത്, ഒന്നും ചെയ്യാതെ ഈ ലോകത്തിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല അർജുന എന്നാണ് പറയുന്നത്. കാരണം അർജുൻ്റെ ചോദ്യം എന്താണ്, ഞാൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം പാപകർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരത്തില്ലേ കൃഷ്ണ എന്നാണ് ചോദ്യം. അന്നേരം ഭഗവാൻ പറഞ്ഞു, എന്താണ് നിന്റെ പരിപാടി? ശരി, പാപകർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അന്നേരം അർജുൻ പറഞ്ഞു, യുദ്ധം ചെയ്യാതിരുന്നാൽ പോരെയെന്ന്. അന്നേരം ഭഗവാൻ പറയുക, എടാ മണ്ടശ്രോടി, നീ ഒന്നും ചെയ്യാതിരിക്കാൻ നിനക്ക് പറ്റത്തില്ല. നീ യുദ്ധം ചെയ്യാതിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എന്തായാലും യുദ്ധം ചെയ്തേ പറ്റൂ.
ശരി, നീ യുദ്ധം ചെയ്യാതെ ചുമ്മാതിരിക്കാൻ നിനക്ക് പറ്റുമോ? ചുമ്മാതിരിക്കുമ്പോഴും നീ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യും, അറിഞ്ഞു അറിയാതെ. അതുകൊണ്ട് കർമ്മഫലത്തിൽ നിന്നും ഒന്നും ചെയ്യാതെ ഇരുന്നുകൊണ്ട് നീ രക്ഷപ്പെടത്തില്ല. മനസ്സിലായില്ലേ? നീ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടും, പക്ഷെ ഒന്നും ചെയ്യാതെ നിനക്ക് ഇരിക്കാൻ പറ്റുമോ? ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തായിരിക്കും? ഭക്ഷണം കഴിക്കണമെങ്കിൽ കുക്ക് ചെയ്തല്ലേ പറ്റൂ. അന്നേരം തീ കത്തിക്കുമ്പോൾ ആ തീ കത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രാണികൾ അതിൽ വിട്ടുപോകും, എന്തെങ്കിലുമൊക്കെ അതിൽ പെട്ടു. അതുകൊണ്ട് അർജുന, നീ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് നീ പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. നിഷ്കാമകർമ്മം നീ ചെയ്യൂ, കർമ്മഫലത്തെ ഇച്ഛിക്കാതെ നീ ചെയ്യൂ, അന്നേരം നിനക്ക് കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്. അതാണ് കർമ്മയോഗത്തിൻ്റെ തുടക്കം. ഈ ഭഗവത്ഗീത പറയുന്നത് തന്നെ എന്താണ് ഒരു ഉന്മേഷം അല്ലേ? അല്ലേ? എന്താണ് ആ ഭഗവത്ഗീത? അടിപൊളിയാണ് ഭഗവത്ഗീത. അന്നേരം കർമ്മയോഗത്തിലൂടെ നീ പ്രവർത്തിക്കൂ, നീ യുദ്ധം ചെയ്യൂ, പക്ഷെ നിനക്ക് വേണ്ടി ആയിരിക്കരുത്. നീ നിന്റെ ഉത്തരവാദിത്തം ചെയ്യുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം നീ യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് പൊതുവേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ആ പ്രവൃത്തിക്ക് ശേഷം ലഭിക്കുന്ന റിസൾട്ടിനെ കുറിച്ചാണ്. അതിൻ്റെ അർത്ഥം റിസൾട്ട് ഓറിയൻറ്റഡ് ആകരുത് എന്നാണ് അല്ല. ഇത് വളരെ ഡെപ്താണ്. ഈ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കിടിലമാണ്. ഇത് ഡെപ്തിലോട്ട് പോയാൽ നമ്മൾ കണ്ണു തള്ളിപ്പോവും, നമ്മുടെ ബുദ്ധിയൊക്കെ ഷോക്കായി പോയി. എന്നിട്ട് നമുക്ക് ഒരു ഉന്മേഷം വരും, ഓ ദിസ് ഇസ് ഫാന്റാസ്റ്റിക് എന്ന് നമ്മൾ പോലും അറിയാതെ അകത്തുനിന്ന് പറഞ്ഞു പോകും. പക്ഷെ പൊതുവേ നമ്മൾ അകത്തിലോട്ട് കയറാറില്ല. നമ്മൾ പൊതുവേ കർമ്മണേ വാധികാരസ്ഥേ മാ ഫലേഷു. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഭഗവാൻ കൃഷ്ണൻ എന്തിനാണ് അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത്? റിസൾട്ട് ഓറിയന്റഡ് അല്ലേ ഭഗവാൻ? കൃഷ്ണൻ എന്താ പറയുന്നത്? നീ യുദ്ധം ചെയ്തേ പറ്റൂ, നീ യുദ്ധം ചെയ്തേ പറ്റൂ. എന്താണ്? റിസൾട്ട് ഓറിയന്റഡ് ആണ്. കൃഷ്ണൻ റിസൾട്ട് ഓറിയന്റഡ് ആണ്. അതായത് അർജുനോട് ഭഗവാൻ പറയുന്നത് ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കൂ എന്നല്ല, പക്ഷേ ലക്ഷ്യം എന്തായിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. നിന്റെ ലക്ഷ്യം ഭൗതിക ലാഭേച്ഛയായിരിക്കരുത്. നിന്റെ ലക്ഷ്യം ഉയർന്ന ലക്ഷ്യമായിരിക്കണം. ഭൗതിക ലാഭേച്ഛയ്ക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യരുത്, ഉയർന്ന ലക്ഷ്യമായിരിക്കണം. അതായത് കർമ്മബന്ധനത്തിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് നിന്റെ ലക്ഷ്യം. കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്ന രീതിയിലായിരിക്കണം നിന്റെ ലക്ഷ്യം. ഇതാണ് കർമ്മയോഗം. അന്നേരം ഭഗവാൻ കൃഷ്ണൻ അർജുനോട് കർമ്മയോഗം പഠിപ്പിക്കുമ്പോൾ വളരെ ഉയർന്ന ടാർഗറ്റാണ് വെക്കുന്നത്. അതായത് താഴ്ന്ന ടാർഗറ്റ് വെക്കരുത് എന്നാണ്. അതായത് കർമ്മഫലത്തിൽ ഇച്ഛ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന ഫലം ഇച്ഛിക്കാതെ ഉയർന്ന ഫലം ഇച്ഛിക്കൂ എന്നതാണ്. അന്നേരം പലപ്പോഴും എല്ലാവരും പറയുന്നുണ്ട്, കർമ്മഫലം ആഗ്രഹിക്കാൻ പാടില്ല. ആക്ച്വലി ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഉയർന്ന ഫലം ആഗ്രഹിക്കൂ എന്നാണ്. വെറും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യരുത്, നീ ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യൂ. കാരണം എന്താണ്? മോക്ഷത്തിന് വേണ്ടി നീ യുദ്ധം ചെയ്യൂ എന്നാണ് പറയുന്നത്. മോക്ഷം നിനക്ക് വേണമെങ്കിൽ എന്താണ്? ജ്ഞാനം വേണം, അതീന്ദ്രിയ ജ്ഞാനം വേണം. അതാണ് കർമ്മയോഗത്തിൽ നിന്നും അടുത്തത് ഷിഫ്റ്റ് ആകുന്നത് അതീന്ദ്രിയ ജ്ഞാനത്തിലേക്കാണ്. ഉയർന്ന ജ്ഞാനം നിനക്ക് ലഭിക്കണം. ആ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ പ്രവർത്തിക്കൂ. അതാണ് എന്താണ്? നീ ധ്യാനത്തിലേക്ക് എത്തുന്നു, ആ ധ്യാനത്തിൽ നിന്നും നീ ഭക്തിയിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു പോക്കാണ്. വെറും 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ അർജുനെ മോട്ടിവേറ്റ് ചെയ്ത് കളഞ്ഞു യുദ്ധം ചെയ്യാൻ വേണ്ടി, ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഇതാണ് ഭഗവത്ഗീത. അന്നേരം അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ. പറഞ്ഞപ്പോൾ എനിക്കും കൊതിയാവുന്നു ഭഗവത്ഗീത പറയാൻ. പക്ഷേ ചൈതന്യ ചരിതാമൃതം വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഉച്ചയ്ക്കുള്ള നമ്മുടെ ബൃഹത് ഭാഗവതാമൃതവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലത്തെ ഭാഗവതവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഭഗവത്ഗീത കേട്ടുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഭഗവത്ഗീത ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ വായിച്ചു പഠിക്കൂ, നിങ്ങളുടേതായിട്ടുള്ള സാക്ഷാത്കാരങ്ങൾ കണ്ടെത്തൂ. അതുകൊണ്ട് ശ്ലോകത്തിൽ ഒതുങ്ങരുത്, വിവർത്തനം വായിക്കൂ, ഭാവാർത്ഥം പഠിക്കൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഭഗവത്ഗീത.
എത്ര വായിച്ചാലും മതിയാവത്തില്ല, എത്ര അർത്ഥങ്ങൾ പഠിച്ചാലും മതിയാവത്തില്ല. ആയിരക്കണക്കിന് അർത്ഥങ്ങൾ നമുക്ക് അതിൽ നിന്നും സാക്ഷാത്കരിക്കാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ ഉയർന്ന സാക്ഷാത്കാരത്തെ നിങ്ങൾ തന്നെ കണ്ടെത്തൂ. അത്രയ്ക്ക് മനോഹരമാണ് ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീത. എന്നെ ഈ കോലത്തിലാക്കിയത് ഭഗവത്ഗീത. വേറെ ഒരു ഗ്രന്ഥവും ഞാൻ പഠിച്ചിട്ടില്ല. ഭഗവത്ഗീത ഒരാഴ്ച കൊണ്ട് പഠിച്ചു. ഞാൻ ആളാകെ മാറി. എന്തോ ഈ എന്തോ പറയുന്നത്, സ്പൈഡർമാൻ്റെ സ്പൈഡർ ഈ ചിലന്തി ഒന്ന് കടിച്ചപ്പോഴത്തേക്ക് ആള് പിറ്റേന്ന് കുറേ ദിവസത്തേക്ക് പിന്നെ അബോധാവസ്ഥയിൽ കിടന്നിട്ട് പിന്നെ എന്തോ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, വല വരുന്നു. നല്ലപോലെ മനസ്സിരുത്തി വേറെ ഒരു പ്രശ്നമില്ലാത്ത, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ ഭഗവത്ഗീതയിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരാൾ പറയുന്ന ബുക്ക് എടുത്ത് തൊഴുതും വായിക്കുക അല്ല, സത്യം. നിങ്ങൾ ശ്രദ്ധിച്ച് ഭഗവത്ഗീത ഒന്ന് വായിക്കണം. എനിക്കും ആഗ്രഹമുണ്ട് ഭഗവത്ഗീത പറയാൻ, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാ പറയണേ. ഒരു ഭക്തൻ പറയുന്നു രാത്രി 9 മുതൽ 10 വരെ. നോക്കാം, ഒന്നുകൂടെ ഒന്ന് ഞാൻ ആലോചിക്കട്ടെ കേട്ടോ. നമുക്ക് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ആ ഒരു ശ്ലോകത്തിൽ ഒതുങ്ങരുത്. ആ ശ്ലോകത്തിൻ്റെ വിവർത്തനം, ഭാവാർത്ഥം, അതൊക്കെ പഠിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു ഭഗവാൻ നമ്മളെ വേറൊരു ലെവലിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സാറ്റർഡേ മാത്രം ഭഗവത്ഗീത തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ടേ, ഈ ചൈതന്യ ചെറുതാകുമ്പോൾ വിടാനും പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ക്ലാസ് വയ്ക്കേണ്ടി വരും. ഭഗവത്ഗീത വേണമെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളെല്ലാവരും റെഡിയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ രാവിലെ ഭാഗവതം, ഉച്ചയ്ക്ക് എന്തായാലും ബൃഹത് ഭാഗവതാമൃതം അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ, നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു. പകൽ വെക്കരുത്. ഓക്കെ, അന്നേരം രാവിലെ ചൈതന്യ ചരിതാമൃതം നമ്മൾ രാവിലെ ഭാഗവതം 7 മണിക്ക്, ഉച്ചയ്ക്ക് ബൃഹത് ഭാഗവതാമൃതം അത് നടക്കുന്നു. ഏത് ഭഗവത്ഗീത വായിക്കണം? ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീത യഥാരൂപം വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. ഗുരുവായൂർ മഞ്ജരീസ്. പിന്നെ നമ്മുടെ സ്റ്റോർ വരുന്നു ഗുരുവായൂർ മഞ്ജരീസിൻ്റെ. സാറ്റർഡേ സൺഡേ നൈറ്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭഗവത്ഗീത വേണം. എനിക്ക് എല്ലാ ദിവസവും എടുക്കാൻ തോന്നുന്നു. നിങ്ങളായിട്ട് എന്നെ ഇങ്ങനെ ആക്കുകയാണ്, വെറുതെ കൊതിപ്പിച്ച് കൊല്ലാൻ വേണ്ടി. ഒരു കാര്യം ചെയ്യാം, ഞാനിങ്ങനെ കൺഫ്യൂസ്ഡാണ് എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ഗീത വേണം, ഗീത എനിക്കും വേണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചൈതന്യ 7 മണിക്ക് നമുക്ക് ഗീതയാക്കണം. ബെറ്റർ ടു ഫിനിഷ് ദോസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, സത്യമായിട്ടും എനിക്കറിഞ്ഞൂടാ. ഞാൻ കൺഫ്യൂസ്ഡാണ്. രാവിലെ ഭാഗവതം, ഉച്ചയ്ക്ക് ബൃഹത് ഭാഗവതാമൃതം, ഭഗവത്ഗീത. ഓക്കെ, ആഴ്ചയിൽ 2 ദിവസം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശനിയും ഞായറും ഭഗവത്ഗീതയാക്കാം അല്ലേ. സാറ്റർഡേ സൺഡേ നമുക്ക് ഭഗവത്ഗീതയാക്കാം. ഓക്കെ, അന്നേരം ഇന്ന് വ്യാഴാഴ്ചയാണ്. അന്നേരം ഞായർ മുതൽ വെള്ളി വരെ
എല്ലാ ദിവസവും നമുക്ക് 7 മണിക്ക് ചൈതന്യ ചരിതാമൃതം. സാറ്റർഡേ സൺഡേ നമുക്ക് ഭഗവത്ഗീത ചർച്ച ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ. അന്നേരം ശനിയും ഞായറും വൈകുന്നേരം 7 മണി മുതൽ നമുക്ക് ഭഗവത്ഗീത ചർച്ച ചെയ്യാം. റെഡി? ഓക്കെ, യെസ്. ഓക്കെ. എനിക്ക് ഭഗവത്ഗീത വളരെ ഇഷ്ടമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഭഗവാന്റെ ആ ഒരു സംസാരം വളരെ സൂപ്പറാണ്. ഭഗവത്ഗീത നമ്മൾ എത്ര കേട്ടാലും മതിയാവത്തില്ല. അതുകൊണ്ട് നമുക്ക് രാവിലെ ഭാഗവതം, ഉച്ചയ്ക്ക് ബൃഹത് ഭാഗവതാമൃതം, വൈകുന്നേരം 7 മണി മുതൽ ചൈതന്യ ചരിതാമൃതം, മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ സൺഡേ ഭഗവത്ഗീത. ഓക്കെ. അന്നേരം കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങണോ അതോ ആദ്യം മുതൽ തുടങ്ങണോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3-ാമത്തെ അധ്യായം കഴിഞ്ഞ് 4-ാമത്തെ അധ്യായം തുടങ്ങിയിരുന്നു, 5-ാമത്തെ അധ്യായത്തിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഈ ഒരു സാറ്റർഡേ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓവറോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ശനിയും ഞായറും 3 നേരം. താങ്ക് യു സോ മച്ച്. ഇത്രയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. തുടക്കത്തിൽ നമുക്ക് വൈകുന്നേരത്താക്കാം. ഓക്കെ, മാക്സിമം നമുക്ക് കവർ ചെയ്യാം ശനിയും ഞായറും. കാരണം ഭാഗവതം വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? രാവിലത്തെ ഭാഗവതം, പിന്നെ ബൃഹത് ഭാഗവതാമൃതം അതും ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആണ്. അന്നേരം ബൃഹത് ഭാഗവതാമൃതം കുറച്ചും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഭക്തൻ പറയുന്നു തുടക്കം മുതൽ. തീർച്ചയായിട്ടും നമുക്ക് തുടക്കം മുതൽ തന്നെ എടുക്കാം. തുടക്കം മുതൽ തന്നെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു ശ്ലോകം വെച്ച് വായിക്കുന്നതോറും ആദ്യം മുതൽ തുടങ്ങാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം ഉച്ചയ്ക്കുള്ള ആ ഒരു ബൃഹത് ഭാഗവതാമൃതം അത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും തീർന്നു കഴിഞ്ഞാൽ മഹാഭാരതം നമുക്കെടുക്കാം ഉച്ചയ്ക്ക്, അല്ലേ? അന്നേരം നമുക്ക് തീർച്ചയായിട്ടും രാവിലെ ഭാഗവതം, ഉച്ചയ്ക്ക് ബൃഹത് ഭാഗവതാമൃതം, വൈകുന്നേരം ശനിയും ഞായറാഴ്ചയും ഭഗവത്ഗീത ആദ്യത്തെ അധ്യായം മുതൽ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഇനി എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു കേൾക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാൻ സത്യത്തെ പറഞ്ഞ് നൽകുന്നത്. എനിക്കൊരു യോഗ്യതയുമില്ല. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ഗുരുപരമ്പരയുടെ കാരുണ്യം, എൻ്റെ ഗുരു മഹാരാജിൻ്റെയും ശ്രീ പ്രഭുപാദ്ജിയുടെയും ഒക്കെ കാരുണ്യത്താൽ മാത്രമാണ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വളരെ തീവ്രമായിട്ടുള്ള ആ ഒരു ആഗ്രഹം കേൾക്കാൻ വേണ്ടി. ഇതാണ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത് ഭഗവത്ഗീതയും ഭാഗവതവും ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓരോ ഭക്തരോടും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഓരോ ഭക്തരുടെയും തൃപ്പാദങ്ങളിൽ കോടി നമസ്കാരങ്ങൾ. എന്നെ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ച ഇതെല്ലാം നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ സുന്ദർ സഖയില്ല. അന്നേരം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോൾ ഇത്രയും സാക്ഷാത്കാരം അടിയന് ലഭിക്കുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും കാതോർത്ത് ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഉയർന്ന സാക്ഷാത്കാരം ഉള്ളിൽ നിന്ന് നൽകുന്നത്. കാരണം ഭഗവാൻ ആഗ്രഹിക്കുന്നു, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെല്ലാവരും സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ എന്നിലൂടെ ആ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സത്യം പറയട്ടെ, ഞാൻ പറയുമ്പോൾ ഞാൻ പോലും ശ്രദ്ധിച്ച് കേൾക്കാൻ. കാരണം ഈ അറിവൊന്നും ഇവിടെ നിന്ന് വരുന്നതല്ല. ഈ അറിവെല്ലാം അതിൽ നിന്ന് ഉള്ളിൽ നിന്നിരിക്കുന്ന ആ ഭഗവാനിൽ നിന്നും
ഗുരു പരമ്പരയിൽ നിന്നും അവർ ഈ ചുണ്ടിലൂടെ പറയുന്നുവെന്നേ ഉള്ളൂ. അത് അവരുടെ അനുഗ്രഹം മാത്രമാണ്. ഹരേ കൃഷ്ണ. ഇനി ഒരു കീർത്തനം പാടി നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ. പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കലും എവിടെ. ക്രൂരനിഷാദശരം കൊണ്ടനീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം. പ്രേമസ്വരൂപന സ്നേഹസകീർത്തന്റെ കൽക്കളം കന്നി പ്രണാമം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ. പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈകളും എവിടെ. ക്രൂരനിഷാദശരം കൊണ്ടനീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം. പ്രേമസ്വരൂപനാം സ്നേഹസകീർത്തന്റെ കൽക്കളം കന്നി പ്രണാമം. ഹരേ കൃഷ്ണ. ഇനി നാളെ രാവിലത്തെ സത്സംഗം നമുക്ക് കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ശ്രീ രാധാ പവനപുരാധീശൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.